നമസ്കാരം, ഞാൻ ഡോക്ടർ ആശ MS, ENT സ്പെഷ്യലിസ്റ്റ്, മാർക്കെ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് പോളിക്ലിനിക്, കല്ലൂർ. 60% ഓഫ് നോർമൽ ആൾക്കാർക്ക് മൂക്കിൻ്റെ പാലത്തിന് പാലമളവ് ഉണ്ടാവുന്നതാണ്. ഇനി ന്യൂബോൺ ബേബീസിനെ എടുക്കുകയാണെങ്കിൽ ഒരു 40% ഓഫ് ന്യൂബോൺ ബേബീസിനും ചെറിയ പാലമളവൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി മെജോറിറ്റി ഉള്ള ആൾക്കാർക്കും ചെറിയൊരു വളവ് ഉണ്ടാവും. എന്നാൽ എപ്പോഴാണ് അത് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? ഇനി ഈ ഒരു പാലമളവ് കൊണ്ട് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാകുമ്പോഴാണ് ഇത് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. എന്തെല്ലാമാണ് പാലമളവിൻ്റെ സിംറ്റംസ്? നമുക്ക് മൂക്കടപ്പ് ഉണ്ടാവാം, തലവേദന ഉണ്ടാവാം, വിട്ടുമാറാത്ത സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാം, മൂക്കിന്ന് ബ്ലഡ് വരാം, കൂർക്കം വലി തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇങ്ങനത്തെ സിംറ്റംസ് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ENT ഡോക്ടർമാരെ സമീപിച്ചിട്ട് OPയിൽ തന്നെ ചെയ്യാവുന്ന ചെറിയൊരു പ്രൊസീജിയറായ നേസൽ എൻഡോസ്കോപ്പി ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നേസൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടോ, അത് വളവുണ്ടെങ്കിൽ അത് എത്ര എക്സ്റ്റെൻഡ് ഉണ്ട്, മാത്രമല്ല ഇതാണോ ഈ സിംറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാവാനുള്ള കാരണം. ഇനി ഇങ്ങനെ സിംറ്റംസ് ഉള്ള ഒരു പാലം വളവാണെങ്കിൽ തീർച്ചയായിട്ടും അത് സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.